ഹായ്, പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഞാൻ ഈ തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ച്, കുർത്തി തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിന് സാധിച്ചിട്ടില്ല. അപ്പോഴെല്ലാവരും പറയുന്നു ഞാൻ കുറേ നാളുകൊണ്ടേ തയ്ക്കുന്നു, പക്ഷേ എങ്കിൽ ഞാനൊരു വീഡിയോ ഇടുന്നില്ലല്ലോ, മറ്റ് വീഡിയോകളൊക്കെ ഇടുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് ശരിയെങ്കിൽ തയ്ക്കുന്ന വീഡിയോ ഇടാമെന്ന് കേട്ടോ. അതുമാത്രമല്ല, കാരണം നമ്മൾ കൊറിയർ വഴി എവിടെ വേണമെങ്കിലും തയ്ച്ച കുർത്തിയോ അങ്ങനെ റെഡിമെയ്ഡ് നൈറ്റി ഇതൊക്കെ അയച്ചു കൊടുക്കാറുമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലിരുന്ന് ഒരു ചെറിയൊരു വരുമാനം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏത് വീട്ടമ്മമാർക്കും സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പം തയ്യൽ അറിയണമെന്നില്ല, ഇനി പഠിച്ചാലും മതി കേട്ടോ. ഇനി പഠിച്ച് നമുക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിപ്പം കുറച്ച് നാളായിട്ട്, ഞാൻ ഒരുപാട് നാളായിട്ട് തയ്ക്കുന്നു, 10-15 വർഷം കൊണ്ടേ തയ്ക്കുന്നു. എങ്കിൽ പോലും എനിക്കങ്ങനെ വീഡിയോ ഇട്ട് അങ്ങനെ പുറത്ത് അങ്ങനെ തയ്ച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാനങ്ങനെ കൊറിയർ വഴിയൊന്നും അയച്ചു കൊടുക്കാറില്ല. പക്ഷേ എങ്കിൽ ഇപ്പോഴ് അങ്ങനെ എല്ലാവരും കൂടെ ആവശ്യപ്പെട്ട് അങ്ങനെ ഞാൻ കൊറിയർ വഴിയൊക്കെ അയച്ചു കൊടുത്ത് ഒരു കൊച്ചു ബിസിനസ്സായിട്ട് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു കൊച്ചു കടയുണ്ട്, അത് നെറ്റിപ്പട്ട കടയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, ഇനിയും കണ്ടവർ ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഞങ്ങളുടെ ഈ കൊച്ചു സംരംഭത്തെ ഒന്ന് വിജയിപ്പിച്ച് തരണം. ഈ ഓണത്തിന് നമുക്ക് നൈറ്റി പീസ് വെച്ച് കുർത്തി തയ്ക്കാനോ, നൈറ്റി റെഡിമെയ്ഡ് നൈറ്റി ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. റെഡിമെയ്ഡ് നൈറ്റി തയ്ച്ചതും തയ്ക്കാത്തതും ഒക്കെ ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഫോട്ടോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയെടുത്ത് തയ്ക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചുകൂടി നൈറ്റി പീസ് ഇരുന്നു, അതുകൂടി കസ്റ്റമറുടെ ആവശ്യപ്രകാരം അടുത്തത് കൂടി തയ്ച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. നമ്മൾ അറിയുന്ന തന്നെ ആൾക്കാർ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചു ഇനി ഇരിപ്പുണ്ടോയെന്ന്. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഇരുന്നത്, ഞാൻ അത് തയ്ച്ച് ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറഞ്ഞെങ്കിൽ വീഡിയോ ഇട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാനും അങ്ങനെ കൊറിയർ വഴി അയച്ചു കൊടുക്കാനും ഒക്കെ തുടങ്ങിയത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. നമ്മൾ ഓണമൊക്കെയാണ് വരുന്നത്. ഇപ്പോഴേ നമ്മൾ തയ്ക്കാനിരുന്നാലേ ഓണം ആകുമ്പോഴത്തേന് നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കാനായിട്ട് സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്ക്കുന്നുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി കേട്ടോ. ഈ കൊച്ചു സംരംഭത്തെ നിങ്ങൾ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.